Hi friends, welcome to KpeesTech. പവർ ക്വറി വീഡിയോയുടെ 10ാമത് വോളിയത്തിലാണ് നമ്മളിപ്പോൾ. ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പവർ ക്വറിയെ കുറിച്ച് പഠിച്ചത്. ഇനി മുതൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വീഡിയോകളെല്ലാം കണ്ട് നിങ്ങൾ അത് ക്ലിയർ ആക്കിയിട്ട് വേണം ഇനി മുതലുള്ള വീഡിയോകൾ കാണുന്നത്. ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട എക്സൽ ഫയലോ ടെക്സ്റ്റ് ഫയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് പിന്നീട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ താഴെയുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയലുകൾ എങ്ങനെ ലോഡ് ചെയ്യാം, പവർ ക്വറിയിലൂടെ ലോഡ് ചെയ്ത് എക്സലിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നെല്ലാം പഠിച്ചു. ഓരോ ഫയലുകളായിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു എക്സൽ ഫയലിലുണ്ടെങ്കിൽ അതിലൊരു ടേബിൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയായിരുന്നു ഇതുവരെ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഫോൾഡറിൽ 10ഓ 100ഓ ഫയലുകളുണ്ട്. നിങ്ങൾക്കത് മൊത്തത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ പവർ ക്വറിയിലേക്ക് ലോഡ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യാം? ഒരു ഫോൾഡറിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്ന ഫയലുകൾ എങ്ങനെ പവർ ക്വറിയിലേക്ക് ലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരു ഫോൾഡറിൽ നിന്നും ഒന്നിലധികം എക്സൽ ഫയലുകൾ എങ്ങനെ ഒരുമിച്ച് നമുക്ക് ലോഡ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി ഞാനൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഒരു സെയിൽസ് ഡാറ്റ എന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറിൽ കുറേ ഫയലുകളുണ്ട്. ഇവിടെ CSV ഫയലുണ്ട്. ഇതെല്ലാം CSV ഫയലാണ്. എക്സൽ എക്സസ് ഫയലുണ്ട്, ടെക്സ്റ്റ് ഫയലുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റ ഫയൽസുകളും കിടക്കുന്ന ഒരു ഫോൾഡറാണ്. ഈ ഫോൾഡറിൽ നിന്നും എനിക്ക് എക്സൽ ഫയലുകൾ, ഇപ്പോൾ ഇതിൽ എക്സൽ SX എന്ന എക്സ്റ്റൻഷനിൽ വരുന്ന 4 ഫയലുകളാണുള്ളത്. വെസ്റ്റ്, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്. ഇതെല്ലാം ഈ പേരുകളുണ്ടെങ്കിലും വെസ്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് എക്സ്റ്റൻഷൻ അതിൻ്റെ CSV ആണ്. ഇവിടെ വരുന്നത് TXT ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സൽ ഫയലുകൾ മാത്രം ലോഡ് ചെയ്യണം ഈ ഫോൾഡറിൽ നിന്ന്. അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഡാറ്റ, ഗെറ്റ് ഡാറ്റ, ഫ്രം ഫയൽ, ഫ്രം ഫോൾഡർ. ഇപ്പം നമ്മൾ ഫോൾഡറിൽ നിന്നാണ് ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രം ഫോൾഡർ കൊടുത്തു. ഏത് ഫോൾഡറാണ് എന്നുള്ളത് അടുത്തതായിട്ട് നമ്മൾ ലൊക്കേഷൻ പാത്ത് കാണിക്കണം. അപ്പോൾ ഇത് ബ്രൗസ് ക്ലിക്ക് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ സെയിൽസ് ഡാറ്റ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഓക്കെ. ഇപ്പോൾ നമുക്ക് ആ ഫോൾഡറിൽ സെയിൽസ് ഡാറ്റ എന്നുള്ള ഈ ഫോൾഡറിൽ ഏതൊക്കെ ഫയലുണ്ടോ അതെല്ലാം പവർ ക്വറിയിലേക്ക് ഈ പാത്തിലൂടെ ഉള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാമേ കാണിക്കുന്നു. ഇതിലുള്ള എക്സ്റ്റൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, CSV. നമുക്കിതിൽ എക്സൽ ഫയൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമിൽ പോയി അത് ചേഞ്ച് ചെയ്യാം. ട്രാൻസ്ഫോം ഡാറ്റ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ എക്സ്റ്റൻഷൻ കാണിക്കുന്ന കോളത്തിൽ വന്നു. ഇവിടെ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് എന്നുണ്ട്. ഈ ടെക്സ്റ്റ് ഫിൽറ്ററിൽ നിന്ന് ബിഗിൻസ് വിത്ത്, ഇപ്പോൾ ഏതാണോ നമ്മൾ .xls, ഇപ്പോൾ XLS ഫയൽ ഉണ്ടാവും, ചിലത് SX ഫയൽ ഉണ്ടാവും. ഇതിൽ ഇപ്പോൾ XLS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫയലുകളെല്ലാമേ നമുക്ക് അത് മാത്രം ഫിൽട്ടർ ചെയ്താൽ മതി. അത് മാത്രം മതി എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ 4 എക്സൽ ഫയലുകളും കാണിച്ചു. ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്. ഈ 4 എക്സൽ ഫയലുകളും ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ ബൈനറി എന്ന് പറയുന്നത് കണ്ടന്റ്, ഇതിനുള്ളിലാണ് ഈ ഫയൽ കണ്ടന്റ് കിടക്കുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ഈസ്റ്റ് ഡാറ്റ, എക്സൽ ഫയലുകളെല്ലാം, നോർത്ത് ഡാറ്റ, ഇതെല്ലാം ഇതിലുണ്ട്. ഇവിടെ നമുക്ക് ഒരു കമ്പൈൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ മെസ്സേജ് വരും. കാരണം ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് ടേബിൾ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ എക്സൽ ഫയലിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിളാണുള്ളത്. പക്ഷേ നെക്സ്റ്റ് വരുമ്പോൾ നോർത്ത് എന്ന് പറയുന്നതിൽ അത് ഈസ്റ്റാണ് ചെക്ക് ചെയ്യുക. അവിടെ നോർത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എറർ മെസ്സേജ് തരും. അതുകൊണ്ട് നമുക്ക് ആ മെത്തേഡ് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് കണ്ടന്റ് എന്ന് പറയുന്ന ഈ കോളവും എക്സൽ ഫയലിൻ്റെ നെയിം കാണിക്കുന്ന ഈ കോളവും നിർത്തി ബാക്കിയെല്ലാം നമുക്ക്
ആവശ്യമില്ലാത്ത ഡാറ്റയാണ്, അതെല്ലാം റിമൂവ് ചെയ്യുന്നു. ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ റിമൂവ് അതർ കോളംസ് ഉണ്ട്. അപ്പം ബാക്കിയുള്ള കോളംസ് എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ 2 കോളം മാത്രം മതി, കണ്ടന്റ്, നെയിം. അപ്പോൾ നമുക്ക് എക്സൽ ഫയലിൻ്റെ നെയിമും കിട്ടി, അതിൻ്റെ കണ്ടന്റും കിട്ടി. ഈ ബൈനറി എന്ന് പറയുന്ന ഇതിൽ ഡാറ്റ ഉണ്ട്. നമുക്കൊരു അഡീഷണൽ കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇതിനുള്ളിൽ ഏതൊക്കെ ടേബിൾ ആണോ അതിൻ്റെ നെയിം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ആഡ് കോളം, കസ്റ്റം കോളം, ടേബിൾസ് എന്ന് ഒരു ടൈറ്റിൽ കൊടുത്തു, നെയിം ഓഫ് ദി കോളം. ഇവിടെ നമ്മൾ exel ഡോട്ട് വർക്ക് ബുക്ക് ബ്രാക്കറ്റിൽ ഇവിടെ കാണുന്ന കണ്ടന്റ്, നമ്മുടെ എക്സൽ ഡാറ്റയിലുള്ള ഈ കണ്ടന്റ് ഇതിലേക്ക് ലോഡ് ചെയ്യാനാണ് ആ ഒരു അഡീഷണൽ കോളം ഉണ്ടാക്കിയത്. അപ്പോൾ കണ്ടന്റ് എന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ സിൻടാക്സ് എറർ ഒന്നുമില്ല, ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്. ഇത് ഈ ക്യാപിറ്റലും W ക്യാപിറ്റലെല്ലാം ഇതേ ഫോർമാറ്റിൽ തന്നെ വരണം. ഇത് 365 ആയതുകൊണ്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സലിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇവിടെ കാണിക്കും. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ പഴയ വേർഷനാണ് യൂസ് ചെയ്യുന്നത് പവർ ക്വറി എങ്കിൽ ഇത് കാണിക്കില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ളിടത്ത് ക്യാപിറ്റൽ ലെറ്ററും അത് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ടേബിൾ, അതിലെ ആ എക്സൽ ഫയലിലെ ടേബിള് നമുക്ക് അഡീഷണൽ കോളത്തിൽ വന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ താഴെ കാണാം, ഇത് ഈസ്റ്റ് എന്ന ഫയലാണ്, അതിൽ ഒരു ഷീറ്റും ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. അതുപോലെ ഇതിലെല്ലാം ഷീറ്റും ടേബിളും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ടേബിളിലെ കണ്ടന്റുകളാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കോളം ആവശ്യമില്ല, അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ എക്സൽ ഫയൽ നെയിം, ടേബിൾ, ഇത് രണ്ടും കിട്ടി. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കും, യൂസ് ഒറിജിനൽ കോളം നെയിം ആസ് പ്രിഫിക്സ്. അത് നമ്മൾ ടിക്ക് മാർക്ക് റിമൂവ് ചെയ്യണം, അതല്ലെങ്കിൽ ഈ ഒറിജിനൽ കോളം നെയിം അതിൻ്റെ കൂടെ വരും, നമ്മുടെ നെയിമിൻ്റെ കൂടെ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, അത് റിമൂവ് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഓരോ ഫയലിലും ഈസ്റ്റ് എന്നുള്ള ഫയലിൽ ഒരു ഷീറ്റും ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. അതുപോലെ നോർത്ത് എന്നുള്ളതിലും ഒരു ഷീറ്റ്, ഒരു ടേബിൾ, സൗത്തിൽ ഒരു ഷീറ്റ്, ഒരു ടേബിൾ, ഇതെല്ലാമാണ് ഓരോ വർക്ക് ബുക്കിലും ഉള്ളത്. ഇവിടെ നമുക്ക് ഡാറ്റ എന്ന് പറയുന്ന ഒരു കോളത്തിൽ ടേബിളും വന്നിരിക്കുന്നു. ഇവിടെ എക്സൽ ഫയലിൻ്റെ നെയിംസും എല്ലാം ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഓരോ ഈസ്റ്റ് ഫയലിലും ഒരു ഷീറ്റും ഒരു ടേബിളും ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ആവശ്യമില്ല, ഒരു ഷീറ്റിലുള്ള ഒരു ടേബിളാണ്, ടേബിളാണ് ശരിയായിട്ടുള്ള ഫോർമാറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്തിട്ട് ഈ ടേബിൾ മാത്രം മതി. നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സെലക്ട് ഓൾ റിമൂവ് ചെയ്തു, എന്നിട്ട് ടേബിൾ മാത്രം സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ 4 ഫയലിലെയും ടേബിളുകൾ മാത്രം മതി നമുക്ക് ലോഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ടേബിൾ എന്ന് പറയുന്ന ഇവിടെ ഒരു ബട്ടൺ കാണും, ഇതിലാണ് ഡാറ്റ ഉള്ളത്, ഇതിനുള്ളിലാണ് ടേബിൾസ് എല്ലാം ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടണും കാണും. ഈ കോളം നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ നമുക്ക് ഈ നെയിംസ് ഉള്ള വർക്ക്ഷീറ്റ് നെയിം ഉള്ള ഈ കോളവും ആവശ്യമുണ്ട്. ബാക്കി കോളംസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിമൂവ് അതർ കോളംസ് കൊടുത്തു. ഇനി ഈ ഡാറ്റ ടേബിൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. പ്രസ് ചെയ്തു, ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം, ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പം നമുക്ക് ഈ 4 എക്സൽ ഫയലിലെയും ടേബിൾസ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിളാക്കി കിട്ടിയിരിക്കുന്നു. ഇത് നമ്മൾ എക്സലിലേക്ക് ലോഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡാറ്റ ഈസ്റ്റിൻ്റെ കൂടെ ഒരു ഡാറ്റ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. നമുക്കത് റിമൂവ് ചെയ്യണം. ഇതിൽ സെലക്ട് ചെയ്തു, റീപ്ലേസ് വാല്യൂസ് കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് അവിടെ അണ്ടർസ്കോർ ഡാറ്റ എന്നുള്ളതാണ്. അത് റിമൂവ് ചെയ്തിട്ട് അവിടെ റീപ്ലേസ് വിത്ത് നൾ. അവിടെ ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള പേരുകൾ മാത്രം വരും, ഡാറ്റ എന്നുള്ളത് പോയി. നെയിം 1 എന്നുള്ളത് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് റീജിയൻ എന്നാക്കാം.
റീജിയൻ എന്ന് അതിൻ്റെ ഹെഡർ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ഡാറ്റ ഫോർമാറ്റുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ഡേറ്റ് ആണ്, പക്ഷേ ഇത് ഡേറ്റ് ഫോർമാറ്റിലാണോ കിടക്കുന്നത് എന്നറിയണം. ട്രാൻസ്ഫോമിൽ പോയി അപ്പോൾ നോക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് എനിയാണ്. അത് മാറ്റി നമ്മൾ ഡേറ്റ് ആക്കി. ഐറ്റം ഇത് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റാണ് വേണ്ടത്. ഇവിടെ എനിയാണ് കിടക്കുന്നത്, അത് ടെക്സ്റ്റ് ആക്കി മാറ്റി. ഇത് എനിയാണ്, അതും ടെക്സ്റ്റ് ആണ് വേണ്ടത്. സെയിൽസ് റെപ്പിൻ്റെ പേരാണ്. ക്വാണ്ടിറ്റി നമുക്ക് വാല്യൂ ആണ്, അത് എനിയിലാണ്, അത് നമ്മൾ ഓൾ നമ്പർ ആക്കി. അത് നിങ്ങൾക്ക് ഡെസിമൽ ഉള്ളതാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ, ക്വാണ്ടിറ്റി എങ്കിൽ അത് ഡെസിമൽ കൊടുക്കാം. ഞാനിപ്പോൾ ഹോൾ നമ്പർ കൊടുത്തു. പ്രൈസ് അത് ഹോൾ നമ്പർ കൊടുത്തു. ഇവിടെ കമ്മീഷൻ അത് ഡാറ്റ ടൈപ്പ് നമുക്ക് പെർസെൻറ്റേജ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡെസിമൽ കമ്മീഷൻ പെർസെൻറ്റേജോ അത് എന്താണോ അത് നമുക്ക് പെർസെൻറ്റേജിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡെസിമലിൽ കൊടുക്കാം. റീജിയൻ ഇത് ടെക്സ്റ്റ്. ഡാറ്റ ഫോർമാറ്റുകളെല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ എക്സലിലേക്ക് ഇത് ലോഡ് ചെയ്യാൻ പോവാണ്. ഹോം പോയി ക്ലോസ് ആൻഡ് ലോഡ്. ഇപ്പോൾ ഈ 4 എക്സൽ ഫയലിലെയും ടേബിളുകൾ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിളാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ കാണും നമുക്ക് സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന ഈ ക്വറിയിലേക്ക് 1403 റോസ് ലോഡഡ്. 1403 ഡാറ്റ ഉണ്ട് ഇപ്പോൾ ഇതിൽ. 1404 ഒരെണ്ണം ഇവിടെ ടൈറ്റ് ഹെഡറുമാണ്. അപ്പോൾ 1403 ഡാറ്റയാണ് ഈ 4 എക്സൽ ഫയലുകളിലെയും ടേബിളുകൾ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ വൺ ടൈം ചെയ്തു. ഇത് കമ്പൈൻ ചെയ്യുന്നത് അത്ര ഒരു വലിയ കാര്യമൊന്നുമല്ല. എക്സലിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യാം. പക്ഷേ പവർ ക്വറിയിലുള്ള അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ഇനി പറയുന്നു. ഇപ്പം നമ്മൾ ഈ ചെയ്ത ഡേറ്റ് ഫോർമാറ്റുകളും ടെക്സ്റ്റ് ഫോർമാറ്റിൻ്റെയും അതെല്ലാം ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്തത് കൂടാതെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഓട്ടോമേറ്റ് ആയിട്ട് ചെയ്യും. കാരണം ഇവിടെ ഇപ്പം നമ്മൾ ചെയ്ത എക്സലിലേക്ക് ഈ ഒരു ക്വറി ലോഡ് ആയിട്ടുണ്ട്. ഈ ക്വറിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ സ്റ്റെപ്പായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റെക്കോർഡ് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫങ്ഷൻ ചെയ്യും. ഇനി നമുക്ക് ഈ ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഫോൾഡറിൽ 4 എക്സൽ ഫയലാണ് അതിലേക്ക് ലോഡ് ചെയ്തത് പവർ ക്വറിയിലേക്ക്. ഇനി ഞാൻ ഇവിടെ ഇപ്പോൾ മിഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സൽ ഫയലുണ്ട്. അത് വേറൊരു റീജിയൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളുടെ സെയിൽസ് ഡാറ്റ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിൽ ഇത് ഓരോ റീജിയൻ്റെ ഫയലുകളായി തിരിച്ചു. ഇത് ഒരു സെയിൽസ്മാൻ്റെ ഡാറ്റയോ അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റിൻ്റെ സെയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോ എക്സൽ ഫയലുകളിലാക്കി സേവ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ മിഡ് വെസ്റ്റ് എന്ന് പറയുന്ന അഡീഷണൽ മറ്റൊരു റീജിയൻ, ഈ റീജിയൻ്റെ ഫയൽ ഞാൻ ജസ്റ്റ് എടുത്ത് ഈ ഫോൾഡറിലേക്ക് അങ്ങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ആ ഫോൾഡറിൽ അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇവിടെ ചെയ്ത ഫങ്ഷൻ എല്ലാം അത് ഓട്ടോമാറ്റിക്കായി ചെയ്യും. ഇപ്പോൾ ഓൾറെഡി 1403 ഡാറ്റയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ പുതിയ റീജിയൻ്റെ കൂടി ഡാറ്റ നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ ക്വറി കണക്ഷൻ 1844 ഡാറ്റയായി മാറി. ഇത് 1844 ഡാറ്റയായി മാറി. നമ്മൾ ചെയ്ത ഫങ്ഷനുകളെല്ലാം ഓട്ടോമാറ്റിക്കായി ചെയ്ത് ആ ഫോൾഡറിൽ ഒരു പുതിയ എക്സൽ ഫയൽ വന്നപ്പോൾ അതിൻ്റെ ഡാറ്റ കൂടി അതിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇനി ആ ഫോൾഡറിനുള്ളിൽ ഒരു സബ് ഫോൾഡറിലാണ് നിങ്ങളൊരു ഡാറ്റ വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഫോൾഡറിനുള്ളിൽ തന്നെ ഞാനൊരു പുതിയ സബ് ഫോൾഡർ ഉണ്ടാക്കി. മെയിൻ ഫോൾഡറിനുള്ളിൽ മറ്റൊരു ഫോൾഡർ. എന്നിട്ട് ഈസ്റ്റ് ഡാറ്റ ഞാൻ എടുത്തു. അതിനുള്ളിലേക്ക് ആ ഡാറ്റ ഇട്ടതിൽ അതിൻ്റെ പേര് മാറ്റി ഈസ്റ്റ് നോർത്ത് എന്ന് കൊടുത്തു. ഈസ്റ്റ് നോർത്ത് റീജിയൻ്റെ ഒരു ഡാറ്റ ആണെന്ന് വിചാരിക്കും. അതിനുള്ളിലുള്ള ഒരു സബ് ഫോൾഡറിലാണ് ഞാൻ ഇട്ട് വെച്ചത് ആ ഫയല്. എന്നിട്ട് ജസ്റ്റ് ഓൾറെഡി നമ്മൾ ഒരു ഫയൽ കൂടി ആഡ് ചെയ്തപ്പോൾ 1844 ഉണ്ട്. ഇനിയിപ്പോൾ ആ സബ് ഫോൾഡറിനുള്ളിലുള്ള ഫയലുകൾ കൂടി ഇത് ലോഡ് ചെയ്യും. ഇവിടെ പ്രസ് ചെയ്തു റൈറ്റ് ക്ലിക്ക് ചെയ്തു റിഫ്രഷ് പ്രസ് ചെയ്താൽ ഇവിടെ ഡാറ്റ ക്വറി C2285 ആയി. ആ ഫയലിലെ ഡാറ്റ കൂടി ഇതിലേക്ക്
കമ്പൈൻ ചെയ്തു, ലോഡ് ചെയ്തു. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ ചെയ്ത ഫങ്ഷൻസ് ഒന്നും പിന്നീട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് എത്ര സെയിലുകൾ വന്നാലും ഏതെല്ലാം റീജിയനോ എത്ര സെയിൽസ്മാൻ്റെ സെയിലുകൾ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഫയല് ക്രിയേറ്റ് ചെയ്ത് ഈ ഫോൾഡറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നമ്മുടെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് റിഫ്രഷ് പ്രസ് ചെയ്താൽ മാത്രം മതി. വേറെ ഒരു പണിയും പിന്നീട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാം. പവർ ക്വറിയിൽ ഒരു എക്സൽ ഫോൾഡറിൽ നിന്നും മൾട്ടിപ്പിൾ ഫയൽസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ടേബിൾ എക്സൽ ടേബിളിലേക്ക് ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അത് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.